ജനുവരി ഒരു ലാസ്റ്റ് വീക്കായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇനി ഫെബ്രുവരി ഉണ്ട്, കുറേ ദിവസമുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും ദിവസമൊക്കെ കിട്ടിയിട്ടാണ് ഞാൻ ഒരു വർഷം സ്കൂളിൽ പോയത്. ഇതറിഞ്ഞെന്ന് ഞാൻ പോകില്ലേന്നു. ട്യൂഷന് വെറുതെ പോയി. ഒരു മാസം കൊണ്ടൊക്കെ ഒറ്റയ്ക്ക് പഠിച്ചുണ്ടാക്കിക്കൂടെ എന്നുള്ളൊരിതില്ലായിരുന്നു. അങ്ങനെ ഞാൻ പഠിക്കാൻ തുടങ്ങി. ഒക്കെ ഞാൻ പഠിച്ചു. ഒക്കെ പച്ചവെള്ളം പോലെ ഞാൻ പഠിച്ചു. എക്സാം വന്നു. മോഡൽ എക്സാമൊക്കെ കുറച്ച് സുഖമായിരുന്നു. പബ്ലിക് എക്സാമൊക്കെ ഭയങ്കര സുഖമായിരുന്നു. ഞാൻ അന്നൊക്കെ എന്താ പറയുക, ആൻസർ എക്സാം കഴിഞ്ഞ് അന്ന് തന്നെ പോയാണ്ട് ആൻസറൊക്കെ നോക്കും. അപ്പോഴോ എല്ലാത്തിനും എനിക്ക് 45-ന് മുകളിലേക്ക് മാർക്ക് കിട്ടും. ഇത്ര സിമ്പിളായിരുന്നു പഠിക്കാനായിട്ട് ഇത്ര മാർക്ക്. പിന്നെ ട്യൂഷന് പോയപ്പോൾ +2 ഞാൻ അടിച്ചു. അപ്പോഴേക്ക് ഇതായിരുന്നു, പഠിച്ചില്ലെങ്കിൽ മാർക്ക് കിട്ടുന്നില്ല ആയിരുന്നു. +1 നിന്ന് കിട്ടിയല്ലോ, റിസൾട്ട് വന്നിട്ടില്ല കേട്ടോ അവർ. അങ്ങനെ ഞാൻ ഒരു 2 ആഴ്ച ഒരു +1 റിസൾട്ട് വരുന്നവരെ ഞാൻ നെവർമെൻ്റ് ആയിട്ട് വിട്ട്. ട്യൂഷനിലൊക്കെ എനിക്ക് എന്നും അടിയിട്ടായിരുന്നു കേട്ടോ പഠിക്കാനായിട്ട്. എക്സാം പേപ്പർ വരുമ്പോൾ മാർക്കില്ലാത്ത എനിക്ക് എന്നും അടിയിട്ടായിരുന്നു. അങ്ങനെ +1 റിസൾട്ട് വന്നു. സ്കൂൾ തുറക്കണം അന്ന് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അന്നും എൻ്റെ ഫിസിക്സിൻ്റെ സാറ് ഞങ്ങളോട് ക്ലാസ്സിൽ വന്നിട്ട് ഇങ്ങനെ മോട്ടിവേറ്റ് ഒക്കെ ചെയ്യണ പോലെ പറഞ്ഞപ്പോൾ ചോദിച്ചു, ആർക്കൊക്കെ 40-ൻ്റെ മുകളിൽ എല്ലാ വിഷയത്തിലും കിട്ടുന്ന കോൺഫിഡൻസ് ഉള്ളവർ ആരൊക്കെയെന്ന് ചോദിച്ചപ്പോൾ ഫസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന ഞാൻ ഒരു സെക്കൻഡ് പോലും ചിന്തിക്കാതെ ഞാൻ സാറോട് പറഞ്ഞു, സാർ എനിക്ക് കിട്ടും, കൈ പൊന്തിച്ച് ഞാൻ. അങ്ങനെ റിസൾട്ട് വന്നു. എനിക്ക് മലയാളത്തിൽ പോലും A+ ഇല്ല, മാത്സിൽ A+. അപ്പോൾ അപ്പോഴെൻ്റെ ഏക സങ്കടം എന്ന് പറയുന്നത് മലയാളത്തിൽ കിട്ടിയില്ല, മാത്സിലാണ് കിട്ടിയത്. അതെനിക്ക് ഭയങ്കര സങ്കടമാണ്. മലയാളത്തിൽ പോലും കിട്ടി. അപ്പോഴേ വിചാരിച്ചു മാത്സിൽ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ലായിരുന്നു, മലയാളത്തിൽ കിട്ടിയാൽ മതിയെന്ന് ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ. പിന്നെ എനിക്ക് ഫിസിക്സിലും ബയോളജിക്കാണെങ്കിൽ 35-ൻ്റെ അടിക്ക് മാർക്ക്. അപ്പോൾ ഞാൻ ഇതെന്ത്, ഞാൻ നോക്കിയപ്പോൾ എനിക്ക് A+ ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ എടുത്ത ആൻസർ കീഴിലുള്ള ആൻസറിൽ എന്തൊക്കെയോ തമ്മിൽ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചാൽ കാര്യമില്ല. അപ്പോൾ ഞാൻ അന്ന് മുതൽ പഠിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ സ്കൂൾ തുറന്ന ഒരാഴ്ച ഞാൻ ഭയങ്കര പഠിത്തമായിരുന്നു. പിന്നെ ലാബ് തുടങ്ങി. അപ്പോഴാണ് കളി മാറിയത്. ഞാൻ പിന്നെ ഫുള്ള് ലാബിൻ്റെ ഇതിലായി. അപ്പോൾ അങ്ങനെ ലാബിൻ്റെ കഥ അങ്ങനെ തുടർന്നു. കുറേ കാലം അങ്ങനെ ലാബ് പറഞ്ഞാണ് നടന്നു. അപ്പോൾ ഞങ്ങൾ ടീച്ചർമാർ ഞങ്ങളോട് പറയുന്നു, മക്കളെ തിയറിക്കാണ് 60 മാർക്ക്, ലാബിന് ആകെ 20 മാർക്കുള്ളൂ. അത് നിങ്ങൾ പഠിച്ചാലും പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ അപ്പോൾ ആ സമയത്ത് നിങ്ങൾ തന്നാലെ പഠിക്കും. അപ്പോൾ തിയറിക്ക് പ്രാധാന്യം കൊടുക്കും. അപ്പം ഞാൻ വിചാരിച്ചു അയ്യോ. അപ്പം ഞാൻ എന്താ വിചാരിച്ചു, നമുക്ക് ഞങ്ങൾ കേൾക്കുന്നതിൻ്റെ നെവർ മൈൻഡായിട്ട് വിടും. ഞാൻ വിചാരിച്ചു എന്താ പറയുക, പ്രാക്ടിക്കലിന് സൈന് കിട്ടിയില്ലെങ്കിൽ അയ്യോ ആ 4 മാർക്ക് കിട്ടിയില്ലെങ്കിൽ എൻ്റെ ജീവിതം പൂച്ചി. ഞാൻ 60 മാർക്കിനുള്ള ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് ആ 4 മാർക്ക് കിട്ടാത്തതിന് സങ്കടം. അങ്ങനെ ഫുള്ള് ലാബിൻ്റെ പിന്നാലെ പാഞ്ഞ്